ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിഞ്ചോൾ വെച്ചുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമുക്ക് ചപ്പാത്തി, പൂരി, റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടതാണ് ഒരു 3 ടൊമാറ്റോ, സവാള ഒരു 2 എണ്ണം, 3 പച്ചമുളക്, ഒരു 5-8 പീസ് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ കഴുകി വെച്ചേക്കുന്ന ബ്രിഞ്ചോൾ അല്ലെങ്കിൽ വഴുതനങ്ങ നമുക്കിത് ഓരോന്നായിട്ട് പൊള്ളിച്ചെടുത്ത് മാറ്റി വെക്കാം. നമുക്കിത് മാറ്റി വെക്കേണ്ടത് ഒരു ബൗളിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ പൊള്ളിച്ചെടുത്തതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ഈ വഴുതനങ്ങ ആ ഒരു വെള്ളത്തിനകത്തു നിന്നൊന്ന് ആറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. അതിനുശേഷം നമുക്കൊരു കുറച്ച് ജീരകവും ഇടാം. പിന്നെ നമുക്കൊരു 3 ഉണക്കമുളകിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്തതിന് ശേഷം മുമ്പേ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു സവാളയും കൂടി ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്ക് ടൊമാറ്റോയും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ മാറ്റി വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇതെല്ലാം മിക്സായി വന്നതിന് ശേഷം നമ്മൾ ആ തൊലി പൊളിച്ച് വെച്ച വഴുതനങ്ങ എടുത്ത് ഇതിനകത്തിട്ട് തവി കൊണ്ട് നമുക്കതൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അവസാനം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടാൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബ്രിഞ്ചോളിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയാകുകയാണ്. ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനിയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.